നമ്മൾ ഇന്നൊരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ പിസ്സ ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള ചില ഐറ്റംസിനെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റായിട്ട് പിസ്സയുടെ റെസിപ്പി തന്നെയല്ല, ഒരു തട്ടിക്കൂട്ട് പിസ്സ എന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്സക്കിടുന്ന എല്ലാ ഐറ്റംസും ഇട്ടിട്ടില്ല. ഇൻഗ്രീഡിയൻസിൽ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനും പിന്നെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇളം ചൂടുള്ള വെള്ളം പിന്നെ പഞ്ചസാര ഇടുകയാണെങ്കിൽ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ മൈദ ആഡ് ചെയ്തിട്ട് കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് നല്ലോണം കുഴച്ച് ഒരു മാവ് ഉണ്ടാക്കി വെക്കുക. പിന്നെ കുറച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 1 to 2 hour വെച്ചാൽ മതി. പക്ഷേ പിസ്സ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. ഔട്ട് സൈഡിൽ നിന്ന് പോയപ്പോൾ മേടിച്ച് കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ചില്ലി പൗഡർ, സോൾട്ട്, പിന്നെ സോയ സോസ്, ഇതൊക്കെ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നമ്മളൊരു സിമ്പിൾ മസാല ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഓൾട്ടർനേറ്റീവ് കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർലെസ് ആയിട്ട് തോന്നുന്നത്. പിന്നെ എയർ ഫ്രൈയിലേക്കാണ് മാറ്റുന്നത്. നമ്മൾ ഒരു 160 ഡിഗ്രിയിൽ ഒരു 7 minutes ഒക്കെ കുക്ക് ചെയ്ത് നമ്മളിതിനെ ബട്ടർ പേപ്പറിന് പകരമായിട്ട് നമ്മളിങ്ങനെ പേപ്പറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആഫ്റ്റർ 7 minutes ഈ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവെടുത്ത് നന്നായിട്ട് പരത്താണ് ഒരു പിസ്സയുടെ ഷേപ്പിലേക്കാക്കുക. പിന്നെ ഫോക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ കുത്തി കൊടുക്കണം. ഫുള്ളായിട്ട് കുത്തി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കാണാൻ നല്ല ദോശ പോലെ ഇല്ലേ. അങ്ങനെ ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചു ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിസ്സ സോസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ചില്ലി സോസാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ചില്ലി സോസ് ആഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കാം. എയർ ഫ്രയറിൽ തന്നെ വെക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഫസ്റ്റ് അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്താലും മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിസ്സ സോസാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ ക്യൂബ്സാക്കി അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സവാള ഉണ്ടല്ലോ, ഇതും അങ്ങനെ തന്നെയാണ് ക്യൂബ്സാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിസ്സയുടെ മുകളിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവാറ്. പിന്നെ ചിക്കനും ഇട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ ചീസ് ചേർക്കണം. ഞാനിവിടെ ആവശ്യത്തിലേറെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കൂടുതലും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ കൂടുതലാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എയർ ഫ്രയറിലേക്ക് മാറ്റി. ഞാനിതുണ്ടല്ലോ 200 ഡിഗ്രിയിൽ ഒരു 10 minutes ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ടെൻ മിനിറ്റ്സ് ആയി നോക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് പിസ്സ റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.